ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണോ? മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയയിലൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചക പുസ്തകം 41 അധ്യായമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം പൊതുവെ നമ്മൾ പഠിച്ചാൽ വിശുദ്ധ ബൈബിളിൻ്റെ ഉള്ളിൽ മറ്റൊരു ബൈബിളായിട്ടാണ് ഈ പുസ്തകം നിലകൊള്ളുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കയോട് ഞാൻ നിന്നെ താങ്ങും. ഈ ദൈവവചന ചിന്ത നമ്മുടെ വിശ്വാസ ജീവിതത്തെ നോക്കിക്കൊണ്ട്, ഒരു ക്രിസ്തു ഭക്തനെ നോക്കിക്കൊണ്ട്, ഒരു നീതിമാനായ ഒരു ദൈവവേദനെ നോക്കിക്കൊണ്ട് ദൈവം അരുളി ചെയ്യുന്നതാണ്: നീ ഭയപ്പെടേണ്ട. ഒരു വർഷത്തിന് 365 ദിവസമുള്ളതുപോലെ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ ദൈവം തൻ്റെ ഭക്തൻ്റെ നേരെ നോക്കി പറയുകയാണ്: നീ ഭയപ്പെടേണ്ട. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയപ്പാടിൻ്റെ മുമ്പിലാണോ? ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണോ? മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്? എന്നാൽ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം 7 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇമ്മാനുവേലായ നമ്മോട് കൂടെയുള്ള കർത്താവിൻ്റെ ആ മഹാസാന്നിധ്യം നാം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ആയിരുന്ന സന്ദർഭത്തിൽ ഗലീല കടലിലൂടെ അവർ യാത്ര ചെയ്യവേ പടകിൽ യേശു കയറി അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. യേശു പടകിൽ കയറിയ ഉടനെ യേശു കിടന്നുറങ്ങി. ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളുമടിച്ച് കടൽ തിരമാലകൾ ഉയർന്ന് പടക് മുങ്ങുമാറായി. ശിഷ്യന്മാർ പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്നവരവർ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കി. പക്ഷേ ഒരു തരത്തിലും സാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കി പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ യേശുവിനെ തട്ടി ഉണർത്തുകയാണ്: ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു ഉടനെ എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അല്പവിശ്വാസികളായിരിക്കാതെ നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് യേശുവിനോട് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വിഷയങ്ങളെ നോക്കി അല്പാൽപമായ വിശ്വാസം കൊണ്ട് നമ്മളായിരിക്കുകയാണ്. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവസാന്നിധ്യം നമുക്ക് ജീവിതത്തിലുടനീളം അനുഭവിക്കുവാനായി കഴിയുകയില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ പതറിപ്പോകാതെ നമ്മോട് കൂടെയുള്ള ആ കർത്താവിൻ്റെ മഹാസാന്നിധ്യം അനുഭവിച്ചും അടുത്തറിഞ്ഞും രുചിച്ചും മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ അന്ത്യകൽപ്പന എന്ന് മത്തായി സുവിശേഷത്തിൽ 28 അധ്യായം 18 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവസാന ഭാഗത്ത്
കർത്താവ് പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്നും നിങ്ങളെന്നെ ഈ തിരുവഴുത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദര, നിന്നോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയ സഹോദരി, നിങ്ങളോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ ഈ വചന കേൾവി നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.